ഇന്നത്തെ നമ്മുടെ വിഷയം. നിങ്ങളുടെ മുഖത്ത് നോക്കി ചിരിക്കുകയും എന്നാൽ ആരും അറിയാതെ പിന്നിൽ നിന്ന് കുത്തുകയും ചെയ്യുന്ന ആ കപട സുഹൃത്ത് അല്ലെങ്കിൽ വ്യക്തി ആരാണ് എന്ന വിഷയമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റീഡിങ്ങിലേക്ക് സമയം കളയാതെ കടക്കുകയാണ്. നമ്മളെപ്പോഴും ആളുകളെ വിശ്വസിച്ച് പല കാര്യങ്ങളും പറഞ്ഞ് മുന്നോട്ട് പോയി കഴിയുമ്പോൾ കുറേ നാൾ കഴിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് നമ്മളിൽ നിന്ന് ലഭ്യമാക്കിയ വിവരങ്ങളൊക്കെ വെച്ച് നമ്മളോട് ഏറ്റവും അടുത്ത ആളുകളായിട്ട് അഭിനയിച്ച് നിന്നുകൊണ്ട് നമ്മൾ വിശ്വസിച്ച വ്യക്തികൾ നമ്മളെ ചതിക്കുകയായിരുന്നു എന്ന ആ ഏറ്റവും കൈപ്പേറിയ സത്യം. പക്ഷെ അപ്പോഴേക്കും സമയം വൈകിപ്പോയിട്ടുണ്ടാവും. നമ്മൾ അവരോട് നമ്മളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഒരിക്കലും തിരിച്ചെടുക്കാൻ സാധിക്കാത്ത തരത്തിൽ അവരുമായിട്ട് പങ്കുവച്ച വിവരങ്ങൾ നമ്മുടെ തന്നെ നാശത്തിന് കാരണമാകുന്ന രീതിയിൽ അവർ ഉപയോഗിക്കുന്നതിൻ്റെ ഫലങ്ങൾ നമ്മൾ അനുഭവിച്ചും തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോഴൊക്കെ ആയിരിക്കും മിക്കവാറും നമ്മളത് തിരിച്ചറിയുന്നത്. എന്തായാലും ഇനിയും വൈകാതെ ആ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന അവസരമാണിത്. ഈ റീഡിങ് മുഴുവനായിട്ട് കാണുക. ആ വ്യക്തികളെ എങ്ങനെ നേരിടണമെന്നും അവരെക്കുറിച്ചുള്ള അടയാളങ്ങൾ സഹിതം എന്താണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. കിങ് ഓഫ് പെന്റക്കിൾസ്, ക്യൂൻ ഓഫ് പെന്റക്കിൾസ്, ഹയറഫന്റ്, നയൻ ഓഫ് പെന്റക്കിൾസ്, ടെമ്പറൻസ്, സ്റ്റാർ, നയൻ ഓഫ് കപ്സ്, വേൾഡ് കാർഡ്, ജഡ്ജ്മെന്റ്, സിക്സ് ഓഫ് പെന്റക്കിൾസ്, സെവൻ ഓഫ് പെന്റക്കിൾസ് ആൻഡ് ഫൈവ് ഓഫ് പെന്റക്കിൾസ്. ഓക്കെ, ഈ വിഷയത്തെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ഇതൊരു ജനറൽ കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവുക. ജനറലായിട്ട് ഈ സ്പ്രെഡ് എന്താണ് നൽകുന്നതെന്നാണ് നമ്മൾ ആദ്യമായിട്ട് പരിശോധിക്കാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് എനിക്ക് ഫീൽ ചെയ്യുന്ന ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമുക്ക് റീഡിങ്ങുമായിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, ശരി. അപ്പോൾ ആദ്യം വന്നിരിക്കുന്ന കാർഡ് കിങ് ഓഫ് പെന്റക്കിൾസ് എന്ന കാർഡാണ്. ഈ കാർഡ് കാണിക്കുന്നത് നിങ്ങൾ സാമ്പത്തികമായോ അല്ലെങ്കിൽ കരിയറിലോ ഒരു നല്ല നിലയിൽ നിൽക്കുന്ന വ്യക്തിയാണ് എന്നാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള ആ കപട വ്യക്തി ഒന്നുകിൽ ഉയർന്ന പദവിയിലുള്ള ഒരാളാകാം, അതായത് നിങ്ങളുടെ ബോസ് അല്ലെങ്കിൽ വീട്ടിലെ ഒരു കാരണവർ, നിങ്ങളെക്കാളും തലമുതിർന്ന ഒരാൾ, അല്ലെങ്കിൽ പുറമെ വളരെ മാന്യനും പക്വതയുള്ളവനുമായിട്ട് അഭിനയിക്കുന്ന ഒരാൾ. സ്ത്രീയോ പുരുഷനോ ആര് വേണമെങ്കിലും ആകാം. എന്നാലും കൂടുതൽ ഇതൊരു പുരുഷ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിലേക്കാണ് ഇവരുടെ കണ്ണ് ആദ്യം പതിഞ്ഞിരിക്കുന്നത്. പുരുഷ എനർജി എന്ന് പറയുമ്പോൾ സ്ത്രീയാണോ പുരുഷനാണോ ജെൻഡറിനെ അല്ല സൂചിപ്പിക്കുന്നത്. വലിയ സാധാരണ പുരുഷന്മാരിൽ കാണുന്ന കരുത്തോടു കൂടിയൊക്കെ കൈകാര്യം ചെയ്യുന്ന സ്ത്രീകളാണെങ്കിലും ആ പുരുഷ എനർജിയിൽ, മാസ്കുലൈൻ എനർജിയിൽ നിൽക്കുന്ന ആളുകളെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അതുപോലെ തന്നെയാണ് തിരിച്ചും. കുറെ കരുണയോടും കരുതലോടും സ്ത്രീ സഹജമായ മാതൃഭാവത്തോടു കൂടിയൊക്കെ പെരുമാറുന്ന ആളുകൾ, അത് സ്ത്രൈണതയുള്ള ആളുകൾ എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. ആ കരുതലുകൾ, നർച്ചറിങ് മെന്റാലിറ്റി കൂടുതലുള്ള ആളുകളെ ഫെമിനൈൻ ആയിട്ടുള്ള എനർജി ഉള്ള ആളുകളെന്നും വിശേഷിപ്പിക്കാം. അത് ജെൻഡറിനെ അല്ല സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇവരുടെ ഒരു കിങ് ഓഫ് പെന്റക്കിൾസിനോടൊപ്പം ചേർന്ന് ക്യൂൻ ഓഫ് പെന്റക്കിൾസ് വന്നിരിക്കുന്നത് വളരെ ശക്തമായ ഒരു കാര്യമാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളെ പരിചരിക്കുകയും സ്നേഹം നടിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണിത് എന്നാണിത് പറയുന്നത്. ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് വിശ്വസിപ്പിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ രഹസ്യങ്ങളും പണമിടപാടുകളും ഇവർ ചോർത്തിയെടുക്കുന്നു. ഒരു അമ്മയെയോ സഹോദരിയെയോ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തിനെയോ പോലെ അഭിനയിച്ച് പിന്നിൽ നിന്ന് പാരവയ്ക്കുന്ന ഒരു സ്വഭാവത്തെ ഇത് സൂചിപ്പിക്കുന്നു. ഈ വ്യക്തി സമൂഹത്തിലോ കുടുംബത്തിലോ വലിയ സൽപ്പേരുള്ള ഒരാളായിരിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഈ ഹയറഫന്റ് കാർഡ് വന്നിരിക്കുന്നത്. മറ്റുള്ളവരുടെ മുന്നിൽ വലിയ ഉപദേശിയും ധർമ്മിഷ്ഠനുമായിരിക്കാം ഇയാൾ. ഈ വ്യക്തി നിയമങ്ങളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും ഒക്കെ വാദോരാതെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്കെതിരെ തികച്ചും അധാർമികമായ കാര്യങ്ങളാണ് എന്നാൽ അവർ പിന്നാമ്പുറങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ മാന്യത എന്ന മുഖംമൂടി ഉപയോഗിച്ചാണ് ഇവർ ഇത്ര അപകടകരമായ കാര്യങ്ങൾ നിങ്ങളുടെ പിന്നിൽ നിന്ന് ചെയ്ത് നിങ്ങളെ ഉപദ്രവിക്കുന്നത് എന്നാണ് ഈ കാർഡ് വ്യക്തമാക്കുന്നത്. നയൻ ഓഫ് പെന്റക്കിൾസ് എന്ന കാർഡ്
നിങ്ങൾ സ്വന്തം അധ്വാനം കൊണ്ട് നേടിയെടുത്ത സ്വാതന്ത്ര്യവും ആഡംബരവും സന്തോഷവുമാണ് കാണിക്കുന്നത്. എന്നാൽ ആ കപട വ്യക്തിക്ക് സഹിക്കാൻ കഴിയാത്തത് നിങ്ങളുടെ ഈ വളർച്ചയാണ്. നിങ്ങൾ എങ്ങനെ ഇത്രയും സുഖമായി ജീവിക്കുന്നു എന്ന ചിന്ത അവരെ അസ്വസ്ഥരാക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ സ്വയം പര്യാപ്തത തകർക്കുക എന്നതാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് തന്നെ പറയാം. അടുത്തതായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ് ടെമ്പറൻസ് ആണ്. നിങ്ങളുടെ ജീവിതത്തിലെ സമാധാനവും ബാലൻസും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ടെന്നാണ് ഈ കാർഡ് കാണിക്കുന്നത്. നിങ്ങളുടെ മനസമാധാനം കെടുത്താൻ അവർ നിങ്ങളുടെ വികാരങ്ങളെ തന്ത്രപൂർവ്വം ഉപയോഗിക്കുന്നു. അതായത് ഇമോഷണൽ മാനിപ്പുലേഷൻ ചെയ്താണ് നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്തിട്ട് ബോധപൂർവമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിങ്ങളെ വല്ലാത്തൊരു മാനസിക സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുപോയി മനസമാധാനം നിങ്ങളുടെ കെടുത്തിക്കൊണ്ട് നിങ്ങളെ അവിടെ തളച്ചിട്ടുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ പോസിറ്റീവ് ഊർജത്തെ ചോർത്തിക്കളയാൻ വേണ്ടി നിരന്തരമായിട്ട് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് സ്റ്റാർ കാർഡാണ്. അതായത് നിങ്ങൾ ആളുകൾക്കിടയിൽ ഒരു സ്റ്റാറിനെ പോലെ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് എന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നല്ലൊരു പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അത് അവരിൽ വലിയ നിരാശ ഉണ്ടാക്കുന്നുണ്ട്, അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും തല്ലിക്കെടുത്താൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ തോറ്റു പോകുന്നത് കാണാൻ, തകർന്നു പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആളുകളാണ് അവർ. എന്നാൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാകുമ്പോൾ സന്തോഷമാണ്, അതിനുവേണ്ടി അവർ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു എന്നൊക്കെ അവർ പറയാനും സാധ്യതയുണ്ട്. അതൊക്കെ വെറും വാക്കുകളാണ്, പൊയ്മുഖങ്ങളാണെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. 9 ഓഫ് കപ്സ് എന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സഫലമായിട്ട് കൊണ്ടിരിക്കുകയാണെന്നും അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിലാണ് നിങ്ങൾ ഉള്ളതെന്നും നിങ്ങളുടെ ജീവിതത്തിൽ പൊതുവിലൊരു സംതൃപ്തിയോട് കൂടിയാണ് നിങ്ങൾ കഴിയുന്നതെന്നുമാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. അവർക്കത് കാണാൻ ഒട്ടും കഴിയുന്നില്ല. അതായത് അവർക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ അവരുടെ ഉള്ളിൽ കടുത്ത അസൂയയാണ് ഉണ്ടാകുന്നത്. പുറമേക്ക് അവർ നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കുന്നതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാവിക്കും. ഉറപ്പായിട്ടും അവർ അതിനോടൊപ്പം ചേർന്ന് ആ വിജയത്തിന്റെ ആഘോഷം പങ്കിടാൻ വേണ്ടിയൊക്കെ അവരുണ്ടാവും. പക്ഷെ ഉള്ളിൽ അത് വലിയ ഒരു മുറിവായിട്ട് അവർക്ക് മാറുകയാണ് ചെയ്യുന്നത്. വേൾഡ് കാർഡ് നിങ്ങളുടെ ജീവിതം പൂർണ്ണതയിലേക്ക് എത്തുന്നതും നിങ്ങൾ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് മുന്നേറുന്നതും ആണ് സൂചിപ്പിക്കുന്നത്. ഇതെല്ലാം അവരെ ഭയപ്പെടുത്തുന്നുണ്ട്. നിങ്ങളെ ഒരു പ്രത്യേക വട്ടത്തിനകത്ത് തളച്ചിടാൻ അവർ എപ്പോഴും ആഗ്രഹിച്ചു. നിങ്ങൾ ലോകം കീഴടക്കുന്നത് പോലെ വളരുന്നത് കാണാൻ അവർക്ക് ഇപ്പോൾ ഒട്ടും സാധിക്കുന്നില്ല. അതായത് അവർ നിങ്ങളെ തളച്ചിടാൻ ശ്രമിച്ച ഏരിയയിൽ നിന്ന്, അതിനെ മറികടന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഒരു മാറ്റം, അതായത് അത് പൂർത്തിയായി. നിങ്ങൾ മറ്റൊരു രീതിയിലേക്ക് ഒരു മാറ്റം നിങ്ങളിൽ പ്രകടമാകാൻ വേണ്ടി തുടങ്ങി, അല്ലെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റം മാറാൻ തുടങ്ങി, ജീവിതത്തിൽ മാറ്റം വരാൻ തുടങ്ങി, നിങ്ങളുടെ തീരുമാനങ്ങളിൽ മാറ്റം വരാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾ ഒരു ഒരു ഷെല്ലിനുള്ളിൽ കയറി ഒളിച്ചിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ, നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കാണുമ്പോൾ അവർക്കത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് വേറെ ഒന്നും ഇനി പറയാനില്ല. വേൾഡ് കാർഡും ജഡ്ജ്മെന്റ് കാർഡും ഒക്കെ ഒരുമിച്ച് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ വേണമെന്ന് വിചാരിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ തന്നെ പോവുകയാണ്. അതൊരു ഡെസ്റ്റിനിയാണ്, അത് പ്രപഞ്ചത്തിന്റെ തീരുമാനമാണ്. അത് ആര് തടയാൻ നോക്കിയാലും തടയാൻ പറ്റാത്ത കാര്യമാണ്. അതാണ് യൂണിവേഴ്സിന്റെ ഇടപെടലാണ് അതെന്ന് പറയുന്നത്. ഈ വ്യക്തി നിങ്ങളെ എത്രയൊക്കെ തളർത്താൻ നോക്കിയാലും, അതൊരു വ്യക്തി ആയിക്കോട്ടെ, ഒരുപാട് പേരായിക്കോട്ടെ, എത്ര തന്നെ ആളുകൾ കൂട്ടായോ തനിച്ചോ എങ്ങനെ വേണമെങ്കിലും നിങ്ങളെ തളർത്താൻ നോക്കിയാൽ, അത് ആഗ്രഹിച്ചാൽ, അത് പ്രാർത്ഥിച്ചാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. സത്യം വിജയിക്കാൻ വേണ്ടി പോവുകയാണ്. സത്യം പുറത്തു കൊണ്ടുവരാൻ സമയമായി എന്നാണ് ഈ കാർഡ് പ്രഖ്യാപിക്കുന്നത്. അവരുടെ കപടത വൈകാതെ തന്നെ എല്ലാവരുടെയും മുന്നിൽ വെളിപ്പെടുമെന്ന ഒരു ഉറപ്പാണ് യൂണിവേഴ്സിൽ ഇതിൽ തരുന്നത്. അതായത് അവരെങ്ങനെയുള്ള വ്യക്തികളായിരുന്നു, അവരുടെ പൊയ്മുഖമെല്ലാം മാറാൻ പോകുന്നു, അത് വെളിച്ചത്ത് വരാൻ വേണ്ടി പോകുന്നു എന്നാണ് ജഡ്ജ്മെന്റ് കാർഡ് ഉറപ്പാക്കുന്നത്. ഇത് 6 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ കൊടുക്കൽ വാങ്ങലുകളുടെ കാർഡാണ്. ആ വ്യക്തി നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ ചെറുതാക്കി കാണിക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ളതാണ്. അതായത് അവർ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്തുകൊണ്ട് നിങ്ങളെ അവരുടെ വരുതിയിൽ നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, അത് എല്ലാവരോടും അവർ പറഞ്ഞു പരത്തിയിരുന്നു എന്നും നിങ്ങൾ അറിയാതെ പോയതാണ്. നിങ്ങൾക്ക് വേണ്ടി അവർ എന്തെങ്കിലും ചെയ്തിട്ട് ഞങ്ങൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് അവർ വലിയ ആളുകളാവാൻ വേണ്ടി ശ്രമിക്കുകയും നിങ്ങളെ മോശപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർക്ക് ഏറെക്കുറെ വിജയിക്കാനും വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ആ കാര്യത്തിൽ എന്നുള്ളതാണ്.
പിന്നെ ഇതിന് മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സഹായം നേടിയിട്ടുള്ള ആളുകളാവാനും സാധ്യതയുണ്ട്. പക്ഷെ അതൊന്നും അവർ പുറത്തു പറയുന്നില്ല. നിങ്ങൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും അവർ നൽകിയതിനേക്കാളും എത്ര വലിയ സഹായമാണെങ്കിലും അത് മറച്ചു വെച്ചുകൊണ്ട് ആ നന്ദികേട് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അവർ കപടമായിട്ട് ആളുകളുടെ മുന്നിൽ നിങ്ങളുടെ വ്യക്തിത്വത്തെ മോശപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ചിത്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. 7 ഓഫ് പെന്റക്കിൾസ് കാർഡ് പറയുന്നത് നിങ്ങൾ ദീർഘകാലമായി കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഫലങ്ങൾ, അതായത് ഒരു ഹാർവസ്റ്റ് കൊയ്യാൻ സമയമാകുമ്പോൾ അതിൽ തടസ്സം സൃഷ്ടിക്കുകയോ അതിന്റെ ലാഭം തട്ടിയെടുക്കുകയോ ചെയ്യാനാണ് അവർ എപ്പോഴും നോക്കിയിട്ടുള്ളത്. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട് ഒരു കാര്യത്തിന് വേണ്ടി ഒരുപാട് പരിശ്രമിച്ച് അവസാനം നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടും എന്നാകുമ്പോൾ അതിനെങ്ങനെയെങ്കിലും അട്ടിമറിക്കാൻ ഇവരെപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കരിയറിലെ വലിയൊരു പ്രൊജക്റ്റോ ഡീലോ തകർക്കാൻ അവർ കരുക്കൾ നീക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അവർ അങ്ങനെ നിങ്ങളെ ഏത് വിധേനയും ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് നമുക്ക് ഈ സ്പ്രെഡിൽ കിട്ടിയ അവസാനത്തെ കാർഡാണ്. ഇത് വഞ്ചനയുടെ ഒരു ആത്യന്തിക ഫലമാണ് കാണിക്കുന്നത്. നിങ്ങളെ മാനസികമായും സാമ്പത്തികമായും പൂർണ്ണമായി തകർത്ത് ഒന്നിനും കൊള്ളാത്തവനാക്കി തെരുവിൽ ഉപേക്ഷിക്കുക എന്നതാണ് ആ കപട വ്യക്തിയുടെ ഉള്ളിലെ ക്രൂരമായ ആഗ്രഹം. നിങ്ങൾ കഷ്ടപ്പെടണം, ദാരിദ്ര്യമോ കഷ്ടപ്പാടോ അല്ലെങ്കിൽ ആളുകൾ നിങ്ങളെ ഉപേക്ഷിക്കുന്നതോ, നിങ്ങൾക്ക് കിട്ടിയ അംഗീകാരം, ആളുകളുടെ കൂട്ടായ്മ, എവിടെയും കിട്ടിയ സ്വീകാര്യത, അതെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് നിങ്ങൾ ഉപേക്ഷിക്കപ്പെടണം, നിങ്ങൾ ദുഃഖിക്കണം, നിങ്ങൾ കരയണം, തളർന്നു പോകണം എന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് അവർ. ഈ സ്പ്രെഡിന്റെ ഒരു ഓർഡർ അനുസരിച്ചാണ് ഞാനിപ്പോൾ കാര്യങ്ങൾ പറഞ്ഞത്. ഇതനുസരിച്ച് ആ വ്യക്തി നിങ്ങളെ എത്രത്തോളം ആഴത്തിലാണ് നിരീക്ഷിക്കുന്നതെന്നും എവിടെയൊക്കെയാണ് കെണികൾ ഒരുക്കിയിരിക്കുന്നതെന്നും അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് അവർ പെരുമാറിയിരുന്നതെന്നും വ്യക്തമാണ്. ഇനി നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ആരാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ വ്യക്തി? ആ വ്യക്തി ഏതു തരത്തിലാണ് നിങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്നത്, നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഈ വന്നിരിക്കുന്ന സ്പ്രെഡിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കിങ് ഓഫ് പെന്റക്കിൾസ്, ക്യൂൻ ഓഫ് പെന്റക്കിൾസ്, അതുപോലെ ഹയർഫന്റ്, ഇത് ഒരുമിച്ച് വരുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ 3 തരത്തിലുള്ള മുഖങ്ങൾ ഉണ്ടാവാം എന്ന സൂചനയാണ് നൽകുന്നത്. അതായത് ഈ ഹയർഫന്റ് കാർഡ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ കുടുംബവും ബന്ധുക്കളുമായി ബന്ധപ്പെട്ട ഒരാളാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആളുകളാവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ കുടുംബത്തിലെ വളരെ മാന്യൻ എന്ന് നടിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതെന്നാണ് സൂചന. ഇത് നിങ്ങളുടെ സ്വന്തം രക്തബന്ധത്തിലുള്ളവരോ അല്ലെങ്കിൽ കുടുംബകാര്യങ്ങളിൽ വലിയ അധികാരമുള്ള ഒരു അമ്മാവന്റെ സ്ഥാനത്ത് നിൽക്കുന്ന പോലുള്ള ആളുകൾ, കാരണവർ സ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ, മൂത്ത സഹോദരങ്ങൾ, അല്ലെങ്കിൽ പ്രായത്തിൽ മുതിർന്ന മറ്റാരെങ്കിലും, അതായത് ഇപ്പൊ ഇൻലോസ് ആകാം. അപ്പോ അങ്ങനെയുള്ള ആളുകൾ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ ഉപദേശിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യും. വളരെ സ്നേഹത്തോടുകൂടി നിങ്ങളെ അഭിസംബോധന ചെയ്യും. എന്നാൽ ഉള്ളിൽ നിങ്ങളോട് കടുത്ത വിരോധം വെച്ച് പുലർത്തുന്ന ഒരാളാണിത്. ഈ 3 കാർഡുകൾ ഒരുമിച്ച് വന്നിരിക്കുന്നത് തന്നെ സൂചിപ്പിക്കുന്നത് പഴയ ചിന്താഗതികളുള്ള ഒരു അച്ഛനും അമ്മയും ആകാം. ഇൻലോസ് ആണെങ്കിൽ അമ്മായി അച്ഛനും അമ്മായി അമ്മയും ആകാം എന്നൊക്കെയാണ്. ഇനി ജോലി സ്ഥലവും ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് നോക്കുന്നതെങ്കിൽ കിങ് ഓഫ് പെന്റക്കിൾസ് ബിസിനസിനെയും അധികാരത്തെയും സൂചിപ്പിക്കുന്ന കാർഡാണ്. ജോലി സ്ഥലത്ത് നിങ്ങളുടെ ഉന്നത ഉദ്യോഗസ്ഥൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബിസിനസ് പാർട്ട്ണർ, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് സ്ഥാപനത്തിന് നേട്ടമുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ആ നിങ്ങൾ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് നേട്ടമുണ്ടാകുമ്പോൾ അവർ പുറമേക്ക് നിങ്ങളെ അഭിനന്ദിക്കും. എന്നാൽ ഒരു പ്രൊമോഷന്റെയോ ശമ്പള വർധനവിന്റെയോ കാര്യം വരുമ്പോൾ നിങ്ങളെ കൃത്യമായിട്ട് ആരും അറിയാതെ പിന്നിൽ നിന്ന് കുത്തുന്ന രീതി അവലംബിക്കും. ക്യൂൻ ഓഫ് പെന്റക്കിൾസ് ഇത് നിങ്ങളുടെ സൗഹൃദ വലയത്തിൽപ്പെട്ട ഒരു വ്യക്തിയാവാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അതായത് ഒരു ക്ലോസ് ഫ്രണ്ട്. അവർ നിങ്ങളോട് അത്രയേറെ അടുപ്പം കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു സ്ത്രീ ആവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ വീട്ടിൽ വരികയും നിങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കുകയും നിങ്ങളുടെ സങ്കടങ്ങളിൽ തോളോട് തോൾ ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ട് പോലെയുള്ള ഒരു വ്യക്തി. ബന്ധുവാണെങ്കിലും ആകാം.
വളരെ അടുപ്പമുള്ള ഒരാൾ. എന്നാൽ നിങ്ങളുടെ സാമ്പത്തിക വളർച്ചയും സന്തോഷവും അവർക്കുള്ളിൽ തീ കോരിയിടുന്ന അവസ്ഥയാണ് ഉണ്ടാക്കുന്നത്. അവർ ഏത് തരത്തിലാണ് നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്കിയാൽ, അവർ നിങ്ങളെ നേരിട്ട് ആക്രമിക്കുകയല്ല ചെയ്യുന്നത്. വളരെ തന്ത്രപരമായ സട്ടിലായിട്ടുള്ള രീതികളാണ് അവർ അവലംബിക്കുന്നത്. വിവരങ്ങൾ ചോർത്തുന്ന ഒരു സ്വഭാവം അവർക്കുണ്ട്. നിങ്ങളോടുള്ള അമിത സ്നേഹം കാരണം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി, ഭാവി പ്ലാനുകൾ, കുടുംബ രഹസ്യങ്ങൾ എന്നിവ അവർ ചോർത്തിയെടുക്കുന്നു. അമിത സ്നേഹം എന്ന് പറഞ്ഞാൽ റിയൽ സ്നേഹമല്ല, അമിത സ്നേഹമുള്ള ഒരാളായിട്ട്, വളരെ അടുപ്പമുള്ള ഒരാളായിട്ട് നിൽക്കുന്നത് കൊണ്ട് നിങ്ങളുടെ എല്ലാ പ്ലാനും, നിങ്ങളുടെ എല്ലാ പാസ്റ്റും, എല്ലാ കാര്യങ്ങളും, രഹസ്യങ്ങളും എല്ലാം അവർക്കറിയാം. പിന്നീട് ഈ വിവരങ്ങൾ നിങ്ങൾക്ക് തന്നെ എതിരെ ആയുധമായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് 7 ഓഫ് പെന്റക്കിൾസ് വന്നല്ലോ. ജോലി സ്ഥലത്തോ ബിസിനസ്സിലോ ഇവർ നിങ്ങൾ രാത്രിയും പകലും ഇരുന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ആശയങ്ങളും പ്രൊജക്ടുകളും അവരുടേതാണെന്ന് വരുത്തി തീർത്ത് അതിന്റെ ലാഭവും പ്രശസ്തിയും ഒക്കെ സ്വന്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ക്രെഡിറ്റ് തട്ടിയെടുക്കുന്ന ഒരു രീതി അവർക്കുണ്ട്. പിന്നെ പ്രധാനമായിട്ട് അവർ ചെയ്യുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ അപകീർത്തിപ്പെടുത്തുക എന്നൊരു ദൗത്യം ഏറ്റെടുത്താണ് അവർ നടക്കുന്നത്. നിങ്ങളുടെ മുഖത്ത് നോക്കി ചിരിക്കുകയും എന്നാൽ നിങ്ങളില്ലാത്ത സാഹചര്യങ്ങളിൽ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ തരം താഴ്ത്തി സംസാരിക്കുകയും ചെയ്യും. അവന് അല്ലെങ്കിൽ അവൾക്ക് വലിയ വിവരമൊന്നുമില്ല, വെറുതെ കാണിക്കുന്ന ഒരു ഇത് മാത്രമാണ്, പുറമോടി മാത്രമാണ്, ഞാൻ സഹായിക്കുന്നത് കൊണ്ടാണ് അവർ ജീവിച്ചു പോകുന്നത് എന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഇവർ നടത്തുന്നുണ്ടാകാം എന്നാണ് നമ്മുടെ ഈ 6 ഓഫ് പെന്റക്കിൾസ് കാർഡ് പറയുന്നത്. എന്നാൽ നിങ്ങൾ അങ്ങോട്ടും അവരെന്തെങ്കിലുമൊക്കെ നിങ്ങളെ സഹായിക്കുന്നുണ്ടാവാം, ശരിയാണ്. പക്ഷെ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്ന കാര്യം ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് അവർ പറയുന്നത്. എന്താണ് ഇതിന്റെയൊക്കെ ഒരു മൂല കാരണം? അസൂയയാണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാരണമാണോ എന്ന് നോക്കിയാൽ, ഈ 9 ഓഫ് പെന്റക്കിൾസ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഒരു വ്യക്തിപരമായ കാരണമാണെന്ന് തന്നെ പറയാം. അതായത് നിങ്ങളുടെ സ്വയം പര്യാപ്തതയോടുള്ള അസൂയയാണ് പ്രധാനമായിട്ടും. നിങ്ങൾ മറ്റാരുടെയും സഹായമില്ലാതെ സ്വന്തം കാലിൽ നിൽക്കുന്നു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നു, ആത്മവിശ്വാസത്തോടു കൂടി ആരെയും ആശ്രയിക്കാതെ നിൽക്കുന്നു. അതാണ് അവർക്ക് സഹിക്കാൻ കഴിയാത്തത്. അവർക്ക് നിങ്ങളെ എപ്പോഴും അവരുടെ താഴെ നിർത്താനാണ് താല്പര്യം. പിന്നെ അതുപോലെ ടെമ്പറൻസ് കാർഡും പിന്നെ 9 ഓഫ് കപ്സും സൂചിപ്പിക്കുന്നത്, ഈ 2 കാർഡുകൾ ഒരുമിച്ച് വന്നിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾ ജീവിതത്തിൽ പൊതുവെ നല്ല ഒരു ബാലൻസ് ചെയ്ത കാര്യങ്ങളെ സംതൃപ്തിയോടുകൂടി, സന്തോഷത്തോടുകൂടി ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഈ വ്യക്തിയുടെ ഉള്ളിൽ വലിയൊരു ശൂന്യതയുണ്ട്. തനിക്കില്ലാത്ത സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാകുന്നത് കാണുമ്പോഴുള്ള അസൂയ. അവർ സന്തുഷ്ടരാണ് എന്ന് തന്നെയാണ് അവർ എല്ലാവരുടെയും മുന്നിൽ പ്രകടിപ്പിക്കുന്നത്. പക്ഷെ അത് യഥാർത്ഥത്തിലുള്ളതല്ല. അവരുടെ ഉള്ളിൽ വലിയൊരു വാക്വം ഉണ്ട്. പിന്നെ നിങ്ങളൊരു സ്റ്റാർ ആണ്. ഇവിടെ സ്റ്റാർ കാർഡ് പറഞ്ഞ പോലെ നിങ്ങൾക്കുള്ള പ്രശസ്തി, സമൂഹത്തിലോ സുഹൃത്തുക്കൾക്കിടയിലോ നിങ്ങൾക്ക് ലഭിക്കുന്ന നല്ല പേര്, അംഗീകാരം എന്നിവ ഇവരിൽ വലിയ അപകർഷതാബോധം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളുടെ തിളക്കം കെടുത്തുക എന്നതാണ് അവരുടെ അന്ധമായ ആവശ്യമായിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്ന കാര്യം. അപ്പോൾ നമുക്കറിയേണ്ടത്, ഇത്രയും കാലം ഇവരുടെ കപടത നിങ്ങളുടെ കണ്ണിൽ പെടാതെ പോയത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണോ ഇത്? അല്ലെങ്കിൽ അവർ നിങ്ങളെ അന്ധനാക്കാൻ ഉപയോഗിച്ച ഇമോഷണൽ ട്രാപ്പുകൾ എന്തൊക്കെയായിരുന്നു എന്നതാണ്. Five of Cups, 8 of Swords, Ace of Cups, 4 of Cups and Tower. നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല അത് ഇത്രനാളും നിങ്ങളുടെ കണ്ണിൽപ്പെടാതെ അവരുടെ ഈ കള്ളത്തരങ്ങളൊക്കെ പോയത്. അവർ അത്ര ഭീകരന്മാരായതുകൊണ്ടാണ്. അതായത് നിങ്ങളെ എത്രത്തോളം ഇമോഷണൽ ട്രാപ്പിൽ തളച്ചിട്ടിരിക്കുകയായിരുന്നു അവരെന്നുള്ളതാണ് ഈ കാർഡുകൾ നൽകുന്ന സൂചന. ഇവിടെ ഏസ് ഓഫ് കപ്സ് നിഷ്കളങ്കമായിട്ടുള്ള, അതും ഓവർഫ്ലോ ചെയ്യുന്ന അമിത സ്നേഹത്തെയാണ് കാണിക്കുന്നത്. ഇതാണ് അവർ ഉപയോഗിച്ച ഏറ്റവും വലിയ കെണി. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവർ വന്നത് അത്രയേറെ സ്നേഹവും കെയറിങ്ങും തന്നുകൊണ്ടാണ്. നിങ്ങളെ മാനസികമായി പിന്തുണയ്ക്കുന്നത് പോലെ അവർ അഭിനയിച്ചു. എനിക്ക് നിന്നേക്കാൾ വലിയ മറ്റാരുമില്ല എന്ന രീതിയിലുള്ള ഇവരുടെ അമിതമായ സ്നേഹപ്രകടനം കാരണം ഇവരെ സംശയിക്കുന്നത് പോലും പാപമാണെന്ന് നിങ്ങൾ ചിന്തിച്ചുപോയി. ആ സ്നേഹത്തിൽ നിങ്ങൾ പൂർണ്ണമായി വീണുപോയി എന്ന് പറയാം. പിന്നെ വേറൊരു കാര്യം, നിങ്ങളുടെ അലംഭാവവും ഒരു വിമുഖതയും അതിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കാണണം.
അതായത് നിങ്ങൾക്ക് ചുറ്റുമുള്ള മറ്റുള്ളവർ ചിലപ്പോൾ ഈ വ്യക്തിയെക്കുറിച്ച് ചില ചെറിയ സൂചനകളൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷൻ ചിലപ്പോഴൊക്കെ മുന്നറിയിപ്പ് തന്നിട്ടുണ്ടാവാം. എന്നാൽ നിങ്ങൾ അത് കണക്കാക്കാൻ, അത് കാണാൻ കൂട്ടാക്കിയിട്ടില്ല. ഇയാൾ എന്നോട് ഇത്രയും സ്നേഹം കാണിക്കുമ്പോൾ ഞാൻ എന്തിനാണ് വെറുതെ സംശയിക്കുന്നതെന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ പറഞ്ഞു. അങ്ങനെയുള്ള മുന്നറിയിപ്പുകൾ, റെഡ് ഫ്ലാഗ്സ് നിങ്ങൾ അവഗണിച്ചു കളഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്കത് തോന്നാതിരുന്നിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ അത് മനസ്സിലാക്കാതിരുന്നിട്ടില്ല, ആളുകൾ പറയാതിരുന്നിട്ടില്ല, പക്ഷെ നിങ്ങൾ അത് അവഗണിച്ചിട്ടുണ്ട്. 5 ഓഫ് കപ്സ് നിങ്ങളുടെ വൈകാരിക ബലഹീനതകൾ അവർ മുതലെടുത്തു എന്ന് കാണിക്കുന്ന കാർഡാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ പഴയ സങ്കടങ്ങൾ, നഷ്ടങ്ങൾ അല്ലെങ്കിൽ ഏകാന്തത എന്നിവ ഇവർക്ക് നന്നായി അറിയാമായിരുന്നു. നിങ്ങൾ മാനസികമായി തളർന്നു നിന്ന ഒരു സമയത്താണ് ഇവർ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സ്വാധീനം ഉറപ്പിച്ചത്. നിങ്ങളുടെ ആ വിഷമഘട്ടത്തിൽ ഇവർ തന്ന താങ്ങ് ഒരു ആശ്വാസമായി തോന്നിയത് കൊണ്ട് അവർക്ക് പിന്നിൽ വലിയൊരു ചതി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. നിങ്ങൾ സ്വയം കണ്ണുകെട്ടി നിന്ന ഒരവസ്ഥ, അതായത് മാനസികമായ ഒരു തടവറയിലാക്കപ്പെട്ട പോലെ ആയിപ്പോയി. ഈ കാർഡ് വ്യക്തമാക്കുന്നത് അവർ നിങ്ങളെ, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിച്ചിരുന്നു എന്നുള്ളതാണ്. നിങ്ങളെ വൈകാരികമായി അവർ ബ്ലാക്ക്മെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ ഞാനില്ലെങ്കിൽ നിനക്ക് ആരുമില്ല എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുകയോ ചെയ്തു. അങ്ങനെ സ്വന്തം യുക്തി ഉപയോഗിച്ച് ചിന്തിക്കാനുള്ള നിങ്ങളുടെ ശേഷിയെ തന്നെ അവർ തന്ത്രപൂർവ്വം ഇല്ലാതാക്കി. നിങ്ങൾക്ക് വേറെ ആരുമില്ല, അവർ മാത്രമേ ഉള്ളൂ, നിങ്ങളോട് ആൾക്ക് മറ്റുള്ളവർക്ക് താല്പര്യമില്ല എന്നുള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടേതായ കുറെ കുറവുകളോ ഒക്കെ നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ എപ്പോഴും അവർ ഇങ്ങനെ തകർത്തുകൊണ്ടിരുന്നു. ഇവിടെ ഈ ടവർ കാർഡ് വന്നിരിക്കുന്നത് ഇനിയൊരു തകർച്ചയെ പറ്റി പറയാൻ വേണ്ടിയിട്ടല്ല, ഇത് ഒരു റെവലേഷനെ സൂചിപ്പിക്കുന്ന കാർഡാണ്. അതായത് പെട്ടെന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായി എന്നുള്ളതാണ് ഈ കാർഡ് പറയുന്നത്. എല്ലാം മാറ്റിമറിക്കപ്പെട്ടു. ഇത്രയും കാലം നിങ്ങൾ കെട്ടിപ്പൊക്കിയ ആ വിശ്വാസത്തിന്റെ കൊട്ടാരം ഒന്നെങ്കിൽ തകർന്നു വീണു കഴിഞ്ഞു, അല്ലെങ്കിൽ ഉടനെ തകർന്നു വീഴാൻ പോകുന്നു. ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതിനേക്കാൾ അത് അങ്ങനെ സംഭവിക്കാൻ പോകുന്നു എന്നതാണ് കാണിക്കുന്നത്. ഒരു ഇടിമിന്നൽ അടിക്കുന്നത് പോലെ പെട്ടെന്നൊരു സംഭവത്തിലൂടെയാണ് ഇവരുടെ കപടത നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടാൻ വേണ്ടി പോകുന്നത്. ഇത് നിങ്ങൾക്ക് വലിയൊരു ആഘാതമായിരിക്കും തീർച്ചയായിട്ടും. കാരണം നിങ്ങൾ ഇപ്പോൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഷോക്ക് ഉണ്ടാവും. എന്നാൽ അത് തിരിച്ചറിയുന്ന ഒരു സമയത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്കത് താങ്ങാൻ സാധിക്കില്ല. കാരണം നിങ്ങൾ അത്രയും അവരെ വിശ്വസിച്ച് നിൽക്കുകയാണല്ലോ. എന്നാൽ ആ ഒരു അന്ധതയിൽ നിന്ന് നിങ്ങളുടെ കണ്ണുകൾ തുറപ്പിക്കാൻ ഈ തകർച്ച അനിവാര്യമാണ്. അതുകൊണ്ട് അതിനെ ഭയപ്പെടുകയോ അത് വേണ്ട എന്ന് വിചാരിക്കുകയോ നിങ്ങൾ ചെയ്യരുത്. നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു ചതിയന്മാരുടെ കൂട്ടത്തിൽ നിന്ന്, അല്ലെങ്കിൽ സ്വയം നിങ്ങളെ വഞ്ചിച്ചുകൊണ്ട് അതിൽ തന്നെ അകപ്പെട്ട് പോവാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നുകൊണ്ടാണ് യൂണിവേഴ്സ് ഈ കാര്യങ്ങൾ പറയുന്നത്. അവർ തന്ന അമിതമായ സ്നേഹവും നിങ്ങളുടെ വിഷമഘട്ടങ്ങളിൽ അവർ കാണിച്ച വ്യാജ പിന്തുണയും കാരണമാണ് ഇത്രയും കാലം നിങ്ങൾ അന്ധനായി പോയത്, അല്ലെങ്കിൽ അന്ധയായി പോയത്. എന്നാൽ ഇവിടെ ആ മുഖം മൂടി അഴിഞ്ഞു വിടാനുള്ള സമയമായി കഴിഞ്ഞു എന്നാണ് ഈ ടവർ കാർഡ് പറയുന്നത്. നമുക്ക് അറിയേണ്ടത്, നമ്മൾ ഈ കാർഡുകളിൽ കണ്ടല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും നൈരാശ്യമുണ്ടായ സമയത്ത് അത് വെച്ചിട്ട് അവർ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടു. നമുക്കറിയേണ്ടത്, നിങ്ങൾ വിജയിക്കുന്ന ഘട്ടത്തിൽ ആണോ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു തകർച്ചയിൽ നിൽക്കുമ്പോൾ അത് ഉപയോഗിച്ചിട്ടാണോ ഇവർ നിങ്ങളെ ഉപദ്രവിക്കുന്നത്. കാർഡ് 6 of swords, Queen of wands, Ace of pentacles, 7 of cups. ഇവിടെ Ace of pentacles കാർഡ് വന്നിരിക്കുന്നത് കൊണ്ട് പുതിയ അവസരങ്ങളും വിജയങ്ങളും ഒക്കെ വരുമ്പോൾ ആ സമയത്താണ് അവർ കൂടുതൽ ഉപദ്രവകാരികളായിട്ട് മാറുന്നത് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പുതിയ ജോലി ലഭിക്കുന്ന ഘട്ടം, അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് ആരംഭിക്കുമ്പോൾ, വലിയൊരു തുക കൈപ്പറ്റുമ്പോൾ, അല്ലെങ്കിൽ പുതിയ ഒരു വീടോ വണ്ടിയോ വാങ്ങുമ്പോൾ, അങ്ങനെയുള്ള ഒരു സൗഭാഗ്യ ഘട്ടത്തിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സാമ്പത്തികവും ഭൗതികവുമായ ഒരു വളർച്ചയുടെ തുടക്കത്തിലാണ് ഇവരുടെ ഉള്ളിലെ അസൂയ മൂർധന്യാവസ്ഥയിൽ എത്തുന്നതെന്നാണ് പറയുന്നത്. നിങ്ങളുടെ കൈകളിൽ പണം വരുന്നത് കാണുമ്പോൾ ആണ് കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. ആ സമയത്താണ് ഇവർ ഏറ്റവും കൂടുതൽ അപകടകാരിയാവുന്നത്. അതുപോലെ നിങ്ങൾ കരിയറിലോ സമൂഹത്തിലോ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങുമ്പോൾ, ആളുകൾ നിങ്ങളെ പ്രശംസിക്കുമ്പോൾ, നിങ്ങളുടെ ഊർജവും ആത്മവിശ്വാസവും വർദ്ധിക്കുമ്പോൾ ഇവർക്കുള്ളിൽ ഭയം തുടങ്ങും. നിങ്ങൾ എല്ലാവരുടെയും മുന്നിൽ ഒരു താരമായി മാറുന്നത് തടയാൻ അവർക്ക് ആ സമയത്ത് നിങ്ങളുടെ പിന്നിൽ നിന്ന് കരുക്കൾ നീക്കേണ്ട ഒരു മൈൻഡ് സെറ്റിലേക്ക് അവർ മാറും. അങ്ങനെ തടയുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം തല്ലിക്കെടുത്താൻ അവർ നിങ്ങളെക്കുറിച്ച് മോശം കഥകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങുന്നത് എങ്ങനെയുള്ള ഘട്ടത്തിലാണ്. ഇവിടെ 7 of cups പറയുന്നത് നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും.
അതായത് നിങ്ങളുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങൾ, നല്ല അവസരങ്ങളൊക്കെ വരും എന്ന് നിങ്ങൾ സ്വപ്നം കാണുന്ന സമയത്ത് ഇവർ വന്ന് നിങ്ങളുടെ ചിന്തകളിൽ വിഷം കലർത്തും. നിങ്ങളെ തെറ്റായ വഴികളിലേക്ക് നയിക്കാനോ നല്ല അവസരങ്ങൾ ഇല്ലാതാക്കാനോ ഉള്ള കപടമായ ഉപദേശങ്ങൾ നൽകും. നീ അത് ചെയ്യേണ്ട, നിനക്ക് നഷ്ടം വരും, അല്ലെങ്കിൽ അത് വലിയൊരു ചതിയാണ്, അത് തെറ്റായ തീരുമാനമാണ്, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും കഥകളൊക്കെ പറയും. അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ ഇല്ലാത്ത പേടികൾ ഉണ്ടാക്കി നിങ്ങളെ കൺഫ്യൂഷനിലാക്കാൻ ഇവർ അങ്ങനെ ഒരു വിജയ സമയത്ത് ശ്രമിക്കും എന്നുള്ളതാണ്. 6 ഓഫ് സോർട്സ് നിങ്ങൾ പ്രതിസന്ധികൾ മറികടന്ന് മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെയുള്ള ഘട്ടത്തിൽ ഇവരുടെ ഈ ഒരു വിഷലിപ്തമായ ചിന്താഗതി മൂർച്ഛിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, അതായത് കൂടുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ പ്രതിസന്ധികൾ മറികടന്ന് മുന്നോട്ട് പോകുമ്പോൾ, അതായത് നിങ്ങൾ പഴയ സങ്കടങ്ങളും പരാജയങ്ങളും ഒക്കെ മറന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് ശാന്തമായി യാത്ര ഇരിക്കാൻ തുടങ്ങുന്ന ഒരു സമയത്താണ് ഇവർ കൂടുതൽ അപകടകരമായിട്ട് പെരുമാറാൻ തുടങ്ങുന്നത്. നിങ്ങൾ ആ പഴയ പ്രശ്നങ്ങളിൽ തന്നെ കിടന്ന് നരകിക്കണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. വീട്ടിലെ പ്രശ്നങ്ങളാവാം, എന്തോ ആവാം, ഇവരത് കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന് നിങ്ങളെ വീണ്ടും ടോക്സിക് ആക്കുന്ന രീതിയിലേക്ക് ഉപദേശങ്ങളൊക്കെ തരും. എന്നാൽ നിങ്ങൾ ആ അവസ്ഥയിൽ നിന്ന് തനിയെ രക്ഷപ്പെട്ട് സമാധാനത്തിലേക്ക് പോകണം എന്നാണ് യഥാർത്ഥ ഒരു സുഹൃത്താണെങ്കിൽ അവർ ചിന്തിക്കേണ്ടത്. പക്ഷെ അതല്ല, നിങ്ങളുടെ ആ യാത്ര മുടക്കാൻ ഇവർ പഴയ പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങളെ വിഷമിപ്പിച്ച് നിങ്ങളെ ആ ഒരു സമാധാനം നിങ്ങളിൽ നിന്ന് തട്ടിയെടുക്കും. ഓക്കെ, നിങ്ങൾ തോറ്റു കിടക്കുമ്പോൾ ഇവർക്ക് ഒരു ഭയവുമില്ല, കാരണം അപ്പോൾ നിങ്ങൾ അവരുടെ താഴെയാണ്. എന്നാൽ നിങ്ങൾ ഒരു പുതിയ തുടക്കം കുറിക്കുമ്പോഴും ആത്മവിശ്വാസത്തോടെ മുന്നേറുമ്പോഴുമാണ് ഇവർ നിങ്ങളുടെ കാല് വരാൻ ഏറ്റവും കൂടുതൽ പ്ലാനുകൾ വിപരീതമായിട്ട് ചെയ്യുന്നത്. ഈ വ്യക്തി നിങ്ങളെ തകർക്കാൻ വേണ്ടി നോക്കുന്നത് തനിച്ചാണോ, അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും സഹായം തേടുന്നുണ്ടോ? കുടുംബത്തിലോ ജോലി സ്ഥലത്തോ ഉള്ള ആരെങ്കിലും ഇവരെ സഹായിക്കുന്നുണ്ടോ? ആളുകളെ നിങ്ങൾക്കെതിരെ തിരിച്ചുവിടാൻ ഒരു ഗ്രൂപ്പ് കളിയാണോ ഇവർ നടത്തുന്നത്? എംപ്രസ്, 10 ഓഫ് സോർഡ്സ് ആൻഡ് പേജ് ഓഫ് കപ്സ്. ഈ വ്യക്തി നിങ്ങളെ ഒറ്റയ്ക്കല്ല ആക്രമിക്കുന്നത്. ഇവർ കുടുംബത്തിലോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തോ ഉള്ള മറ്റുള്ള ആളുകളെ കൂടി, ചില ആളുകളെ കൂടി നിങ്ങൾക്കെതിരെ തിരിച്ചുവിടാൻ പിന്നണിയിൽ ശക്തമായ ഗ്രൂപ്പ് കളികളും ഗോസിപ്പുകളും നടത്തുന്നുണ്ട്. അതായത് ആരൊക്കെയാണ് കൂട്ടുപ്രതികൾ എന്നതിന്റെ സൂചന. ഗ്രൂപ്പിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി, അതായത് അല്ലെങ്കിൽ ഒരു മാതൃതുല്യയായ വ്യക്തി. ഈ കൂട്ടുകെട്ടിന് പിന്നിൽ സ്വാധീന ശക്തിയുള്ള അങ്ങനെ ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് കുടുംബത്തിലോ ജോലി സ്ഥലത്തോ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു സ്ത്രീ രൂപം, അല്ലെങ്കിൽ ആ തരത്തിൽ അധികാരം പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തി. ബഹുമാനം കിട്ടിയില്ലെങ്കിലും ബഹുമാനത്തിന് അർഹയാണ് എന്ന് വിചാരിച്ച് വീട്ടിൽ ഒരു പവർ കാണിക്കുന്ന വ്യക്തി. ഈ കപട വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എംപ്രസിനെ പോലെയുള്ള വ്യക്തികളെ, അതായത് നിങ്ങളുടെ അമ്മയോ മുതിർന്ന സ്ത്രീകളോ അല്ലെങ്കിൽ ഉയർന്ന പദവിയിലുള്ള ആളുകളോ ആവാം, അവരെയൊക്കെയോ സ്വാധീനിച്ചിട്ടുണ്ട്. അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് തെറ്റായ ധാരണകൾ ഉണ്ടാക്കി അവരെ നിങ്ങൾക്കെതിരെ ഒരു പരിചയമായി ഇവർ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയാം. നിങ്ങളുടെ അമ്മ തന്നെ ആവണമെന്നില്ല, അമ്മയമ്മയാകാം, അങ്ങനെയുള്ള അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളാകാം. അങ്ങനെയുള്ള ആളുകളെ ഇവർ നിങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നുണ്ട്. ടെൻ ഓഫ് സോർട്സ് ആണ്, അതായത് കൂട്ടായ ആക്രമണം, പിന്നിൽ നിന്ന് കൂട്ടായ ആക്രമണം നിങ്ങൾ നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഒന്നിനു പുറകെ ഒന്നായിട്ട് 10 വാളുകൾ തെരഞ്ഞെടുക്കുന്ന ഒരു മനുഷ്യനെയാണ് ഇതിൽ കാണുന്നത്. ഇത് വ്യക്തമാക്കുന്നത് വഞ്ചന ഒരാളിൽ നിന്ന് മാത്രമല്ല, ഒരു കൂട്ടം ആളുകളിൽ നിന്നാണ് വരുന്നതെന്നാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്ന ഒരു ഗ്രൂപ്പ്, അതൊരു കുടുംബ കൂട്ടായ്മയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്യാങ്ങോ ഓഫീസിലെ ടീമോ അങ്ങനെയൊക്കെ ആകാം, ഈ വ്യക്തിയുടെ വാക്കുകേട്ട് നിങ്ങൾക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ തിരിയാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പേജ് ഓഫ് കപ്സ് പറയുന്നത്. വിവരങ്ങൾ കൈമാറുന്ന ചാരന്മാരെ പറ്റിയാണ്, അതായത് ഗോസിപ്പ് പറഞ്ഞു നടക്കുന്ന ആളുകൾ. പ്രായത്തിൽ കുറഞ്ഞ അല്ലെങ്കിൽ നിഷ്കളങ്കരെന്ന് തോന്നിക്കുന്ന ചില വ്യക്തികളെ ഇവർ ഇതിനായി ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളുടെ കൂടെ വന്ന് ചിരിച്ചു സംസാരിച്ച് നിങ്ങളുടെ വിവരങ്ങൾ ചോർത്തിയെടുക്കുകയും അത് ഈ വ്യക്തിക്ക്, ഈ കപട വ്യക്തിക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ചാരന്മാരാണ് ഇവർ. വളരെ ചെറിയ കാര്യങ്ങൾ പോലും വലുതാക്കി വൈകാരികമായ നുണക്കഥകളാക്കി മാറ്റാൻ ഇവർക്ക് വലിയ കഴിവുണ്ട്. ഈ പക്വതയില്ലാത്ത വ്യക്തികൾ വഴിയാണ് നിങ്ങൾക്കെതിരെ ഗോസിപ്പുകൾ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു, മുതിർന്ന പ്രായമുള്ള അധികാരമുള്ള വ്യക്തികളാകാം, അതിനോടൊപ്പം കുടുംബത്തിലെ അല്ലെങ്കിൽ നിങ്ങൾ ഏത് മേഖലയിലാണോ ഇവരുള്ളത് ആ സ്ഥലത്തെ പ്രായം കുറഞ്ഞ ആളുകളുടെ സഹായത്തോടു കൂടി വ്യാപകമായിട്ടുള്ള നുണക്കഥകൾ നിങ്ങൾക്കെതിരെ പ്രചരിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ്, കൂട്ടായ പ്രവർത്തനമാണ് നടന്നു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് കാണാം. നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ എന്ത് ബലഹീനതയാണ് ഇവർക്ക് നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കയറി നിങ്ങളെ ഉപദ്രവിക്കാനായിട്ട് ഒരു ലൈസൻസ് കൊടുത്തത്?
നിങ്ങൾ ചെയ്ത എന്ത് കാര്യമാണ് ഇവർക്ക് നിങ്ങളുടെ മേൽ ഇത്രയും അധികാരം നൽകിയത്? 8 ഓഫ് കപ്സ് ആൻഡ് 10 ഓഫ് വാൻഡ്സ്. അതായത് നിങ്ങളുടെ അതിര് കടന്ന സഹനശക്തിയും പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള പ്രവണതയുമാണ് അവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കയറി കളിക്കാൻ ലൈസൻസ് നൽകിയത്. ഈ 8 ഓഫ് കപ്സ് കാണിക്കുന്നത് ഒരാൾ എല്ലാം ഉപേക്ഷിച്ച് രാത്രിയിൽ നടന്നു പോകുന്നതിനെയാണ്. ഇത് 8 കപ്പുകൾ ഇവിടെ വെച്ചിരിക്കുകയാണ്. അതായത് അതൊന്നും പോരാതെ അത് ഉപേക്ഷിച്ചുകൊണ്ട് ഒരാൾ അവിടെ നിന്ന് നടന്നു പോകുന്നു. ക്ലാസിക് ടാരോ ഡെക്കിൽ ആ വ്യക്തി നടന്നു പോകുന്ന ഒരു പിക്ചറാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടും അത് ആളുകൾ അവിടെ പെരുമാറിക്കോട്ടെ, ആളുകൾ കൈകാര്യം ചെയ്തോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളൊന്ന് വഴിമാറി കൊടുക്കുന്ന ഒരു സാഹചര്യം. പ്രശ്നങ്ങൾ വേണ്ട, സമാധാനം മതി എന്ന് കരുതി നിങ്ങൾ കാര്യങ്ങളെ അവഗണിക്കുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് തന്ത്രപൂർവ്വം മാറി നിൽക്കുകയോ ചെയ്തപ്പോഴാണ് അവർക്ക് കുറെ കൂടി ഒരു അധികാരം അവിടെ കിട്ടിയത്. നിങ്ങൾ നിൽക്കേണ്ട സ്ഥലത്ത് നിന്ന് നിങ്ങൾ മാറിക്കൊടുത്തു എന്നുള്ളതാണ്. അത് അവർക്ക് അവിടെ കൂടുതൽ സ്പേസ് കിട്ടി, അതുവഴി നിങ്ങളുടെ ലൈഫിൽ കയറി ഇടപെടാനായിട്ട്. അത് മാത്രമല്ല, എല്ലാ ഭാരവും ഒറ്റയ്ക്ക് ചുമക്കുന്ന ഒരു രീതി നിങ്ങൾക്ക് ഉണ്ടായി. അതായത് എന്ത് പ്രശ്നങ്ങളും ആവശ്യങ്ങളും ഒക്കെ വന്നാലും നിങ്ങൾ അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കാനും വിട്ടുവീഴ്ചകൾ ചെയ്യാനും അങ്ങനെ നിങ്ങളുടെ സന്തോഷം തിരിച്ചുകൊണ്ട് നിങ്ങൾ ഉത്തരവാദിത്വങ്ങളെല്ലാം തലയിലേറ്റി മുന്നോട്ട് പോയി. നിങ്ങൾ ആ കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്ന് പറഞ്ഞാൽ തർക്കത്തിൽ നിന്നില്ല. വീട്ടിലെ കാര്യങ്ങളാണെങ്കിൽ വീട്ടിലെ ഒരു അധികാര സമവാക്യത്തിലേക്ക് നിങ്ങൾ നുഴഞ്ഞു കയറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ മാറിക്കൊടുത്തു. ഓഫീസിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ആരെങ്കിലും പ്രശ്നം കാണിച്ചാൽ നിങ്ങൾ അവിടുന്ന് പതിയെ സ്കിപ്പായി പോയി എന്നുള്ളതാണ്. അതൊക്കെ അവർക്ക് ആ സ്പേസ് കൂടുതൽ കൊടുത്തു, അമിത സ്വാതന്ത്ര്യം കൊടുത്തു. നിങ്ങളുടെ ഒരു നോ പറയാനുള്ള മടി അവരെ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ കയറി ഇടപെടാൻ വേണ്ടിയിട്ട് സഹായിച്ചു. അതുവഴി നിങ്ങൾ എല്ലാ ഭാരങ്ങളും ഒറ്റയ്ക്ക് ചുമക്കേണ്ട ഒരു സാഹചര്യവും വന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും വലിയ അധികാരം നേടിക്കൊടുത്തത് ആ ഒരു നിങ്ങളുടെ തീരുമാനം, ആ തീരുമാനത്തിൽ വന്ന പാളിച്ചയാണെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്തതായിട്ട് നമുക്കറിയേണ്ടത്, ഇനി ഈ കപട വ്യക്തിയുടെ മുഖം മൂടി എന്നായിരിക്കും ആ സത്യം പുറത്തു വരുന്ന നിമിഷം, ആ മുഖം മൂടി വലിച്ചു കീറപ്പെടുന്ന നിമിഷം എന്നായിരിക്കും? അത് നിങ്ങളുടെ ജീവിതത്തെയും ഈ കപട വ്യക്തിയെയും എങ്ങനെ മാറ്റിമറിക്കും? ഡെത്ത് കാർഡ് എന്താ പറയണ്ടേ, അത്രയും ഉറപ്പുള്ള ഒരു കാര്യമാണ്. അതായത് മാറ്റം വരാൻ പോവുകയാണ്. അതാര് ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും, നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും. എംപറർ, കിങ് ഓഫ് പെന്റക്കിൾസ്. നമുക്ക് കിങ് ഓഫ് പെന്റക്കിൾസ് ഇവിടെ നേരത്തെ ആദ്യം വന്നിരുന്നു, നമുക്ക് വീണ്ടും അവസാനം അത് വരെയാണ്. ഡെവിൾ കാർഡ്, 3 ഓഫ് കപ്സ്. ഈ കാർഡുകൾ വളരെ ശക്തവും തീവ്രവുമായ ഒരു അന്ത്യത്തെയും പുതിയൊരു തുടക്കത്തെയുമാണ് എന്തായാലും കാണിക്കുന്നത്. ഈ സത്യം പുറത്തു വരുന്ന നിമിഷം അത് ഡെത്ത് കാർഡിനെയും ഡെവിൾ കാർഡിനെയും ചേർത്ത് നമുക്ക് വായിക്കാം. ഈ ഡെവിൾ കാർഡ് കാണിക്കുന്ന വ്യക്തി നിങ്ങളെ എത്രത്തോളം ദോഷകരമായ ഒരു വലയത്തിലാണ്, ടോക്സിക് ബോണ്ടിലാണ് തളച്ചിട്ടിരിക്കുന്നതെന്നാണ്. എന്നാൽ അതിനടുത്തായിട്ട് നമ്മൾ ഈ ഡെത്ത് കാർഡ് വയ്ക്കുമ്പോൾ, അതിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കപടബന്ധത്തിന്റെ പൂർണ്ണമായ അന്ത്യം കുറിക്കാനുള്ള സമയം ആയിക്കഴിഞ്ഞു. നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ കാർഡ് അതാണ്. അതായത് ഒട്ടും വൈകാതെ വളരെ പെട്ടെന്ന് തന്നെ ആ അന്ത്യം കുറിക്കപ്പെടാൻ പോവുകയാണെന്നുള്ളതാണ്. ഈ സത്യം വെളിപ്പെടുന്നത് വളരെ നാടകീയമായ ഒരു സംഭവത്തിലൂടെ ആയിരിക്കും. ഒരുപക്ഷെ ഇവർ നിങ്ങൾക്കെതിരെ വെച്ച ഒരു കെണിയിൽ ഇവർ തന്നെ ചാടുന്നത് വഴിയോ, അല്ലെങ്കിൽ ഇവർ മറ്റൊരാളോട് നിങ്ങളെക്കുറിച്ച് സംസാരിച്ച രഹസ്യങ്ങൾ പൂർണ്ണമായ തെളിവുകളോടെ നിങ്ങളുടെയോ മറ്റുള്ളവരുടെയോ കൈകളിൽ എത്തിച്ചേരുകയോ ചെയ്യും. ആ നിമിഷം ഇവർക്ക് നിങ്ങളുടെ മുന്നിൽ ഇനി അഭിനയിക്കാൻ കഴിയില്ല എന്നൊരവസ്ഥ വരും. ഇത് ഇങ്ങനെ അവരുടെ ആ മുഖം മൂടി മാറ്റപ്പെടുന്ന സാഹചര്യത്തിൽ അതെങ്ങനെയായിരിക്കും ആ വ്യക്തിയെ, ഈ ഡെവിൾ ആയിട്ടുള്ള വ്യക്തിയെ ബാധിക്കുക എന്ന് നോക്കുമ്പോൾ അവിടേക്കാണ് നമുക്ക് ഈ എംപറർ കാർഡിനെ ചേർത്ത് വായിക്കേണ്ടത്. എംപറർ കാർഡ് ഇതുവരെ നിങ്ങളെ നിയന്ത്രിക്കാൻ നോക്കിയ ആ വ്യക്തിയുടെ അധികാരം പൂർണ്ണമായി തകരുമെന്നാണ് പറയുന്നത്. ഈ കാർഡ് കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ പൂർണ്ണമായ കരുത്തിലേക്ക്, എംപറർ എനർജിയിലേക്ക് തിരിച്ചു വരും.
നിങ്ങൾ ഇതുവരെ കാണിച്ച നിശബ്ദതയും സഹിഷ്ണുതയും അവസാനിപ്പിച്ച്, അല്ലെങ്കിൽ ഇത് വെളിപ്പെടുന്ന സമയം വരെ കാണിക്കുന്ന ഈ കാര്യങ്ങൾ അവസാനിപ്പിച്ച ഒരു ഭരണാധികാരിയെ പോലെ ശക്തമായ നിലപാട് നിങ്ങൾ എടുക്കും. നിങ്ങളുടെ ഈ പുതിയ രൂപവും ആത്മവിശ്വാസവും കാണുമ്പോൾ ആ കപട വ്യക്തി ഭയപ്പെടുകയും അവരുടെ ഉള്ളിലെ കുതന്ത്രങ്ങൾ, ഡെവിൾ എനർജി നിങ്ങളുടെ മുന്നിൽ ഒന്നുമല്ലാതാവുകയും ചെയ്യും. അവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സ്വാധീനം അതോടെ എന്നേക്കുമായിട്ട് ഇല്ലാതാകും, അവസാനിക്കും. അത് എങ്ങനെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുക എന്ന് നോക്കുമ്പോൾ ഇവിടെ കിങ് ഓഫ് പെന്റക്കിൾസും അതുപോലെ തന്നെ 3 ഓഫ് കപ്സും നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഈ വഴിത്തിരിവ് നിങ്ങളുടെ ജീവിതത്തിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ വളരെ പോസിറ്റീവാണ്. അതായത് നമ്മൾ ആദ്യം എടുത്ത കാർഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിങ് ഓഫ് പെന്റക്കിൾസ് ആയിരുന്നു. അതിവിടെ റിപ്പീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവിടെ യൂണിവേഴ്സ് ഉറപ്പിച്ചു പറയുന്നത് ആ വ്യക്തിയുടെ നെഗറ്റീവ് ഊർജവും തടസ്സങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറുന്നതോടെ നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്നാണ്. നിങ്ങളുടെ പണം, ബിസിനസ്, കരിയർ എന്നിവ നിങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലാകും. യഥാർത്ഥമായിട്ടുള്ള സന്തോഷങ്ങളും അതുപോലെ നല്ല സുഹൃത്തുക്കളും നല്ല കൂട്ടായ്മകളും നിങ്ങളിലേക്ക് വന്നു ചേരും. ഇത് ആഘോഷത്തിന്റെ കാർഡാണ്. കപട സുഹൃത്തുക്കൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരും യഥാർത്ഥ സുഹൃത്തുക്കളും ബന്ധങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ പഴയ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും ഒട്ടും വൈകാതെ തിരിച്ചെത്തും എന്ന് തന്നെയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. എന്തായാലും നിങ്ങൾ ഇപ്പോൾ ഇത് അറിഞ്ഞു. അവരുടെ രഹസ്യം ഇനി വെളിപ്പെട്ടിട്ട് വേണം. നിങ്ങൾക്കിപ്പോ ഇതൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ഇനി അതിന് ഇടയിലുള്ള സമയം, അതായത് ഇത് പുറത്തു വരുമ്പോഴും പുറത്തു വന്നു കഴിയുമ്പോഴും നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടേണ്ടത് എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. രണ്ട് കാർഡ് എടുത്തിട്ടുണ്ട്. ഒറാക്കിൾ കാർഡാണ്. ഒന്ന് മെന്റിങ് ആൻഡ് ഹാപ്പി. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ സത്യം പുറത്തു വരുന്നത് വരെയുള്ള സമയം, നമ്മൾ ഈ റീഡിങ് കണ്ടാൽ അടുത്ത നിമിഷം തന്നെ ചിലപ്പോൾ സത്യം പുറത്തു വരണമെന്നില്ല. സത്യം ഒട്ടും താമസിയാതെ വരും. ഡെത്ത് കാർഡ് അതാണ് ഉറപ്പ് നൽകുന്നത്. വളരെ പെട്ടെന്ന് വരും. ഒരു വൈകാരികമായിട്ടുള്ള അകലം അതുവരെ അവരോട് പാലിക്കുക. സത്യം പൂർണ്ണമായി പുറത്തു വരാൻ എടുക്കുന്ന ഒരു സമയം നമ്മൾ മനസ്സിൽ കാണണം. അതുവരെ അവരോട് പരസ്യമായ യുദ്ധത്തിന് മുതിരരുത് എന്നാണ് ഈ കാർഡ് പറയുന്നത്. അതായത് സുഹൃത്തായിട്ടൊക്കെ നിൽക്കുമ്പോഴും ഒരു അതിര് നമ്മൾ പാലിക്കണം. അവരോടൊപ്പം കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും നമ്മൾ അവരെ തിരിച്ചറിഞ്ഞത് നമ്മുടെ ഉള്ളിൽ ആ കാര്യം ഉണ്ടാവണം. ആത്മബന്ധം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിൽ അവർക്ക് നൽകിയിരുന്ന സ്ഥാനത്തെ വെട്ടിമാറ്റുക. നിങ്ങളൊരു ഏഞ്ചലാണ്. അവരുടെ ചിറക് അങ്ങനെ വാനിലേക്ക് ഉയർന്നു നിൽക്കുന്നത് പോലെയല്ല, താഴ്ന്നു കിടക്കുകയാണ്. അവരെന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഓക്കെ. അതുപോലെ നിങ്ങളുടെ ബലഹീനതകൾ പരിഹരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിര് കടന്ന സഹനശക്തിയും എന്തിനും യെസ് പറയുന്ന ഒരു രീതിയും ഒന്നും അത് വേണ്ട. ഇനി മുതൽ നമുക്ക് പറ്റാത്ത കാര്യങ്ങളോട് നോ തന്നെ പറയുക. ഈ കാത്തിരിപ്പിന്റെ സമയം ആ ബലഹീനതകൾ തിരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങളുടെ ജീവിതത്തിന് ചുറ്റും ശക്തമായ ഒരു അതിർവരമ്പുകൾ, ബൗണ്ടറീസ് നിങ്ങൾ പണിയുക. പിന്നെ അവർ ചെയ്യുന്ന കുതന്ത്രങ്ങൾ കണ്ട് പ്രകോപിതരാകാതെ ശാന്തമായിട്ട് കാര്യങ്ങൾ നിരീക്ഷിക്കുക. പ്രപഞ്ചത്തിന്റെ ഒരു സമയമുണ്ട്, അത് ഒരു ഡിവൈൻ ടൈമിങ്ങിൽ വിശ്വസിക്കുക. അതിനുവേണ്ടി കാത്തിരിക്കുക. യൂണിവേഴ്സിനോട് എന്നും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിട്ട് നിങ്ങൾ മാറുക. വളരെ പെട്ടെന്ന്, അതുമല്ല വൈരാഗ്യ ബുദ്ധിയൊക്കെ എത്രയും പെട്ടെന്ന് നമ്മൾ മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കുമ്പോഴേ, അല്ലെങ്കിൽ ആ സൈക്കിൾ പൂർത്തിയായതിനു ശേഷം മാത്രമേ യൂണിവേഴ്സ് ആക്ട് ചെയ്യുള്ളൂ. നമ്മളായിട്ട് ആ ഒരു സൈക്കിളിനുള്ളിൽ നിന്ന് ബോധപൂർവം പുറത്തേക്ക് വന്നാൽ മാത്രമേ യൂണിവേഴ്സിന്റെ ആക്ഷൻ, ജഡ്ജ്മെന്റ് അവിടെ നടക്കുള്ളൂ. ഇവിടെ രണ്ട് കാർഡ് ഒരുമിച്ച് വന്നിരിക്കുന്നത് ഓർക്കുന്നുണ്ടല്ലോ, വേൾഡ് കാർഡ് ആൻഡ് ജഡ്ജ്മെന്റ്. ഇത് ഒരുമിച്ച് വരുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വേൾഡ് ഇത് കംപ്ലീറ്റ് ആകുമ്പോൾ, ആ ഒരു സൈക്കിൾ പൂർത്തിയാകുമ്പോഴാണ് വിധി വരുന്നത്. ആ സൈക്കിൾ പൂർത്തിയാക്കണം നമ്മളായിട്ട്. നമ്മൾ ആ ഒരു കാര്യത്തിൽ അതിന്റെ ഒരു എഫക്റ്റിൽ നിന്ന് പുറത്തേക്ക് നമ്മൾ വന്നാൽ മാത്രമേ അതിനൊരു പ്രതിവിധി ഉണ്ടാവുകയുള്ളൂ. ഓക്കെ. ഇനി ആ സത്യം പുറത്തു വന്നതിന് ശേഷം നിങ്ങൾ എങ്ങനെ ഇടപെടണം എന്ന് വെച്ചാൽ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. ആ കപട വ്യക്തിയുടെ യഥാർത്ഥ മുഖംമൂടി അഴിഞ്ഞു വീഴുന്ന ആ നിമിഷം നിങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? ഒരു വഴക്കിനോ നാടകങ്ങൾക്കോ ഒന്നും നിങ്ങൾ നിൽക്കരുത്. നിങ്ങളുടെ ഒരു മനസ്സ്, നിങ്ങളുടെ ഒരു ഹാപ്പിനെസ് ആണല്ലോ അവർക്ക് കാണാൻ സാധിക്കാതെ, അല്ലെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റാതിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ കള്ളത്തരം പുറത്താകുമ്പോൾ അവരെ ചീത്ത വിളിക്കാനോ അവരുടെ നിലവാരത്തിലേക്ക് താഴ്ന്ന് വഴക്കിടാനോ ഒന്നും പോരുത്. കാരണം അവിടെ നിങ്ങൾ വീണ്ടും താഴേക്ക് വരികയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയ മറുപടി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നിശബ്ദതയും പുഞ്ചിരിയും, നിങ്ങളുടെ ഹാപ്പിനെസ് ആയിരിക്കണം എന്നുള്ളതാണ്. ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് വലിയൊരു അനുഗ്രഹമായിട്ട് കാണുക. നിങ്ങളുടെ ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വലിയ മാനസിക ഭാരം ഒഴിഞ്ഞു പോയതിന്റെ ആശ്വാസത്തിൽ
സ്വന്തം ജീവിതത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. മാത്രമല്ല, ഹാപ്പിനെസ് എപ്പോഴും വരുന്നത് സക്സസിനോടൊപ്പമാണ്. നിങ്ങളുടെ യഥാർത്ഥ സന്തോഷവും വിജയവും അതാണ് അവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും ക്രൂരമായിട്ടുള്ള ശിക്ഷ. അവർ നിങ്ങളെ തകർക്കാൻ നോക്കിയിടത്തു നിന്നും എന്തുകൊണ്ടാണ് നിങ്ങൾ വിജയിക്കുന്നത് കാണാൻ സാധിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ വിജയിച്ചു കാണിച്ചു കൊടുക്കുക. ആത്മവിശ്വാസത്തോടുകൂടി സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവരുടെ കപടത അവരുടെ ഉള്ളിലേക്ക് തന്നെ കിടന്ന്, അല്ലെങ്കിൽ ഉള്ളിൽ തന്നെ കിടന്ന് നീറുന്ന ഒരു ഏറ്റവും വലിയ ശിക്ഷ അവിടെ നടപ്പായിക്കോളും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അനുയോജ്യമായ പ്ലാനുകൾ നോക്കിയിട്ട് ചാനലിന് മെമ്പർഷിപ്പ് എടുക്കാനും ഒക്കെ നിങ്ങൾ തയ്യാറാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.